ഈ ചെറുക്കൻ വയ്യാണ്ട് ഇപ്പോൾ നട്ടപ്പാതിരാത്രി 1 മണിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുക. ശരിക്കും ഞങ്ങളുടെ ഹണിമൂൺ പോലെ ഉണ്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാറൂസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ഡേ ആണ്. വേറൊന്നുമല്ല, നമുക്കിവിടെ കുറച്ച് അധികം ദിവസം ഇതിൻ്റെ നമുക്ക് ഹോളിഡേയ്സ് കിട്ടിയിട്ടുണ്ട്. ദുബായിലുള്ളതും അല്ലാത്തതായിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കുറച്ച് ദിവസങ്ങളാണ്. നമ്മളിന്നും രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ച് വീട്ടിലായിരുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ച് വീട്ടിലായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു 4-5 ദിവസം അവധി കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. പിന്നെ നമുക്ക് അവധി കിട്ടുന്നത് എപ്പോഴും പെരുന്നാളിനും പിന്നെ ഈ ഇവിടുത്തെ നാഷണൽ ഹോളിഡേയ്സിനും മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്ക് നാട്ടിൽ ഓണത്തിനോ ക്രിസ്മസിനോ ഈസ്റ്ററിനോ ഒന്നും അവധി കിട്ടത്തില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അവധി കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ അതിന് നല്ലപോലെ നമ്മൾ യൂസ് ചെയ്യണം ആ അവധി ദിവസം. അപ്പം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ എത്തി. നമുക്കൊരു സ്റ്റേക്കേഷൻ പോലെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാം. അപ്പോൾ കുഞ്ഞിനെ ഹാപ്പി ആവും, നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മൾ നല്ലൊരു റിസോർട്ടൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. സോ നിങ്ങൾ മിസ് ചെയ്യാതെ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ആവാതെ കാണണം. അപ്പം നമുക്ക് പോവാം. അങ്ങനെ താഴെ വണ്ടി വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പം നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അത് നമ്മളെവിടെ പോവാ? നല്ല വെയിലാണ്. വെയിലത്ത് ഞാനും എൻ്റെ കുക്കും വെയിലത്ത് നല്ല വെയിൽ. അപ്പം അതാണ്ട് ഞാനും പോയി ഒരു യാത്ര. ഇതൊക്കെയല്ലേ നമുക്കും പോകാമെന്ന് കരുതിയ ഒരു യാത്രയ്ക്ക്. അങ്ങനെ ഞാനും അബിയും ആദ്യം തിരഞ്ഞെടുത്തൊരു സ്പോട്ടാണ് ദുബായ് റിസോർട്ട്സ് ആൻഡ് സ്പാക്ക്. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ഒരു യാത്രയൊക്കെയാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എത്ര അധികം പേരാണുള്ളത്. പക്ഷെ ഞാൻ ആ കൂട്ടത്തിലൊന്നും അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമാണ്, പക്ഷേ അവസരങ്ങൾ കിട്ടാറേ ഇല്ല. കാരണം നമ്മുടെ ഒരു ബിസി ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെ പോകാനാ? പ്രത്യേകിച്ച് ഞാൻ UAE വന്നിട്ട് 2.5 വർഷമായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓഫീസ് റൂം പിന്നെ ദുബായിൽ എവിടെയെങ്കിലും കുഞ്ഞു സ്ഥലങ്ങളിൽ പോകുക എന്നല്ലാതെ എങ്ങും പോയിട്ടില്ല. സോ ഈ വട്ടത്തെ ഈദിന് അബിക്കും ഞാനും ഒരുമിച്ചുള്ള രീതിയായിരുന്നു. കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ അബിക്ക് ഷിഫ്റ്റും കാര്യങ്ങളായിട്ട് നമുക്ക് ഒരുമിച്ചൊരു അവധി ദിവസം കിട്ടാറേ ഇല്ല. സോ ഈ തവണ നമ്മൾ ഒരുമിച്ചുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തു എന്തായാലും ഈ ഹോളിഡേയ്സ് വെറുതെ വീട്ടിൽ ഇരുന്ന് TV കണ്ടും ഫോണിൽ കളിച്ചും തീർക്കാണ്ട് നമുക്കൊരു സ്റ്റേക്കേഷൻ എന്തായാലും പോകണമെന്ന്. അങ്ങനെ നമ്മൾ ആലോചിച്ച് ലാസ്റ്റ് കണ്ടുപിടിച്ചാണ് ദുബായ് പാർക്ക് സ്റ്റേറ്റ്. അത് അബി തന്നെ കേട്ടോ കണ്ടുപിടിച്ച്. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അബി അവളെ ഫ്രണ്ട്സ് വഴി ഇങ്ങനെ ചോദിച്ചും പറഞ്ഞൊക്കെ ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. അവിടുത്തെ ഒരു അടിപൊളി സ്റ്റേക്കേഷൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു അവിടെ കുറേ വാട്ടർ തീം പാർക്ക്, അഡ്വഞ്ചേഴ്സ് കാര്യങ്ങൾ, ലെഗോലാൻഡ്, റിവർലാൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അത് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന്. അപ്പോൾ നമ്മൾ ഓക്കെ മതി, നമുക്ക് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ആദൂനും കുറച്ച് കംഫർട്ട് ആവണം. നമ്മൾ 3 ആൾ മാത്രമേ പോകുന്നുള്ളൂ, വേറെ ഫാമിലീസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പാട് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ അവനിപ്പോൾ 1.5 വയസ്സായതുകൊണ്ട് അവനും ഓക്കെയാണ്, നമ്മളായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഈ ബാങ്കിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം സ്ട്രെസ്സും ടെൻഷനും റിസ്ക്കൊക്കെ പിടിച്ചൊരു വളരെ ഒരു വൃത്തികെട്ട ഒരു ജോബ് പോലെ പറയാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനം ഇല്ല. 6 ദിവസം നമ്മൾ ടെൻഷൻ അടിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ദിവസമാണ്. അതിലൊരു ഞായറാഴ്ച നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഉറങ്ങി തീർക്കാൻ പോലും നമുക്ക് കിട്ടാറില്ല. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈല് ഇങ്ങനെ ഒരു 2-4 ദിവസമൊക്കെ നമുക്ക് അവധി കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിലീഫായിരിക്കും. പക്ഷെ ആ 4 ദിവസം നമ്മൾ എവിടെയെങ്കിലും പോയി എൻജോയ് ചെയ്താൽ നമ്മളുടെ ടെൻഷനൊക്കെ മാറും. പിന്നെയും ബാക്ക് ടു വർക്ക് ആകുമ്പോൾ പഴയ കണക്ക് വീണ്ടും ടെൻഷനാണ്. ശരിക്കും നിങ്ങളുള്ള ഇത്ര വലിയ ടെൻഷൻ പിടിച്ച ജോലിക്ക് എന്തിനാ പോണേന്ന്? നമ്മൾ 2 അറ്റം കൂട്ടിമുട്ടിക്കണ്ടേ? അതിനാണ് നമ്മളെല്ലാവരും ജോബിന് പോകുന്നത്. അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. സോ അങ്ങനെ ഒരു ജോലി പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെയുള്ള കുറച്ച് യാത്രകൾ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറച്ച് ബാങ്കിങ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ ഈസിയാണ്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പം ഞാൻ സ്വപ്നം കണ്ട ഒരു നല്ലൊരു റിസോർട്ട് ആവട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതാണ് റോ ഹോട്ടൽസ്. നമ്മൾ ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കിയപ്പം തിരക്കേടില്ലാത്ത റിവ്യൂസും കാര്യങ്ങളായിരുന്നു. ആക്ച്വലി നമ്മൾ ലാപ്പിറ്റായിരുന്നു നോക്കിയത്, പക്ഷെ അവിടെ ഓൾറെഡി ഫുള്ളായി. കാരണം ഇത്രത്തോളം ഇതിൻ്റെ ഇത് കാരണം അതെല്ലാം ഫുള്ളായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓക്കെ റോവെങ്കിൽ റോവ്, തൊട്ടടുത്താണ് ലെഗോലാൻഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി നമുക്കിത് എടുക്കാമെന്നുള്ള പ്ലാനിൽ നമ്മളിവിടെ ചൂസ് ചെയ്തു. നമ്മളവിടെ എൻ്റർ ചെയ്യാണ്.
പുറമേ നോക്കുമ്പോൾ ഒക്കെ നല്ല രസമുള്ളൂ, പക്ഷെ തൊട്ടപ്പുറത്തേക്ക് ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ജബലലി. സോ എന്താവെന്ന് അറിയില്ല. അതാണ്ട് നമ്മുടെ ആദ്യകൂട്ടനാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങി കാറിക്കടന്ന്. അങ്ങനെ ഞാനൊക്കെ എക്സൈറ്റഡ് ആണ്, ഇതാ എത്താറായി. ഓക്കെ, നമ്മളങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പം നമ്മൾ എൻട്രൻസിലോട്ട് കയറുകയാണ്. റിസപ്ഷനൊക്കെ കൊള്ളാം, നോട്ട് ബാഡ്, വിചാരിച്ച കണക്കൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താവുമെന്ന്. അപ്പോൾ നമുക്ക് ചെക്കിൻ ചെയ്യണം. നമുക്ക് 2 മണിക്കാണ് ചെക്കിൻ ടൈം പറഞ്ഞേക്കുന്നത്. സോ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 2 മണി കഴിഞ്ഞു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ ചെക്കിൻ കൗണ്ടറിൽ നിൽക്കുകയാണ്. ഞാനതെല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് നോക്കി, എല്ലാം കുഴപ്പമില്ല, ഓക്കെയാണ്, ഇഷ്ടമായി. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, അതൊന്ന് നോക്കി നിൽക്കുകയാണ്. അവിടെ എല്ലാവരും വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുക. അങ്ങനെ നമുക്കും കിട്ടി വെൽക്കം ഡ്രിങ്ക്സ്. എന്തോ ഒരു എന്താണ് ഡേറ്റ്സിൻ്റെ ഒരു ഡ്രിങ്കും പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ഒരു ഇതും. അപ്പം ഞാൻ 2 എടുത്തു. 2 ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ, നമ്മൾ എന്തായാലും 2 ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് കരുതി അത് നമ്മൾ വാങ്ങി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചെന്ന് ഓറഞ്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മറ്റേത് കണ്ടിട്ട് അറിയില്ല. അങ്ങനെ ഓറഞ്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഒരു ചെറിയ പൊളിപ്പ്, മധുരം ഒന്നും ഇട്ടിട്ടില്ല, എനിക്കിഷ്ടപ്പെടില്ല. അങ്ങനെ ഞാൻ കരുതി മറ്റേ ടേസ്റ്റ് ആക്കി. കണ്ടില്ലേ ചെക്കൻ്റെ സന്തോഷം, ചെറുക്കൻ ശരിക്കും ഹാപ്പിയാണ് കേട്ടോ. എനിക്കത് കണ്ടാൽ മതി. കാര്യം പാവം എന്നും രാവിലെ ബേബി സിറ്റിങ്ങിൽ പോയിട്ട് വരുന്നവൻ എന്ത് എൻജോയ്മെൻറ്റാ. ഇതൊക്കെ അവൻ എന്തായാലും ഇഷ്ടമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ താണ്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി, ഞങ്ങൾക്ക് കീയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. ബാക്കി റൂമിൽ ചെന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ താണ്ട് നമ്മളെ റൂമിലോട്ട് പോവുകയാണ്. 465 ആണ് നമ്മുടെ റൂം നമ്പർ. അപ്പം ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന വഴിയിൽ കുറച്ചധികം ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ കണ്ട് നൈസായിട്ടുണ്ട്. ഇനി റൂം കണ്ടാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റൂ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. കാരണം നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഫോട്ടോസ് കണ്ടപ്പോൾ ഓക്കെയാണ്, പക്ഷെ നേരിട്ട് കാണുമ്പം എന്താണെന്നറിയത്തില്ല. സോ നമ്മൾ കണ്ടുപിടിച്ചു 465. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഞാനും എക്സൈറ്റഡ് ആണ് റൂം നോക്കാൻ. അപ്പം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അതുമാണെങ്കിൽ അതിലും എക്സൈറ്റഡ്. അവൻ നടന്നു വരുന്ന കണ്ടില്ലേ, ഇപ്പം അവനെ എടുത്തിട്ട് നടക്കേണ്ടതാണ് ഏറ്റവും വലിയ ഭാഗ്യം. തന്നെ നടന്നോളൂ. നമ്മൾ മറ്റേത് എവിടെ പോയാലും എടുത്ത് നടക്കുമ്പോഴാണ് കുറച്ചധികം ബുദ്ധിമുട്ടാവുക. ഇപ്പം തന്നെ നടക്കാനുള്ള ആയിട്ടുണ്ടല്ലോ അവൻ. അങ്ങനെ നമ്മൾ റൂമിലോട്ട് എത്തി. വിചാരിച്ച കണക്ക് തന്നെയാണ്, ഞാൻ ഫോട്ടോസിൽ കണ്ട അതേ റൂം. എല്ലാം ഓക്കെയാണ്, ബെഡും കാര്യങ്ങളാണെങ്കിലും എല്ലാം സൂപ്പറായിട്ടുണ്ട്. TV ഉണ്ട്, പിന്നെ ബാക്കിയെല്ലാം എല്ലാ ഹോട്ടൽസിലുള്ള പോലെ കെറ്റില് കാര്യങ്ങൾ, ഡ്രയർ, പിന്നെ ബാൽക്കണിയിലെ വ്യൂ മാത്രം കൊള്ളത്തില്ല. കാരണം ഞാൻ പല ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, അപ്പം നമുക്ക് കിട്ടിയ വ്യൂവും അതുപോലത്തെ ആയിപ്പോയി. അപ്പുറത്തെ മറ്റേ സ്വിമ്മിംഗ് പൂൾ സൈഡെല്ലാം ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പം ചോദിച്ച് മാറ്റാൻ നിന്നില്ല. ഇത് മാത്രം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്, റൂമെല്ലാം അടിപൊളി സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് ചുറ്റി നോക്കി, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അബിനോട് പറയുകയാണ്, ഇനി നമ്മൾ എടുക്കാൻ വന്ന റൂമിൽ ഇത് കണക്കത്തൊരു വലിയ മിറർ വേണം, എനിക്ക് എപ്പോഴും ഫോട്ടോസ് എടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ മിററുള്ള റൂമൊക്കെ. അങ്ങനെ നമ്മൾ ജസ്റ്റ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. എല്ലാം ഓക്കെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. വാഷ്റൂമൊക്കെ നല്ല ക്ലീനാണ്, അതൊക്കെ നമുക്ക് നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. സോ ഐ ആം ഓക്കെ, എനിക്കിഷ്ടമായി. അബിയുടെ സെലക്ഷൻ തെറ്റിയില്ല. അബിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അബിനെ ചീത്ത പറയുമെന്ന്. അബി തന്നെയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. അപ്പം എല്ലാം ഓക്കെയാണ്. ഹോട്ടലിൻ്റെ കാര്യമൊക്കെ സൂപ്പറാണ്. ഇനി നമ്മളുടെ നാളത്തെ ലെഗോലാൻഡ് അഡ്വഞ്ചേഴ്സ് എന്താകുമെന്ന് അറിയത്തില്ല. അതും കൂടെ ഓക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ പെർഫെക്റ്റ് എന്ന് പറയാം. അങ്ങനെ ഞാനും നമ്മളിവിടെ ചെക്കിനൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓർത്തു ഇനി പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ, ഞാൻ എൻ്റെ കുരുക്കും എക്സൈറ്റഡാണ്. കാരണം ഒരുപാട് നാളിന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്തൊരു സംഭവം ഇത്. അപ്പോൾ അതിൽ ഒരുപാട് എക്സൈറ്റഡാണ്. നോക്കാം. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഐ എം റിയലി എക്സൈറ്റഡ്, സത്യം പറയാമല്ലോ. സോ ഹാപ്പി. അവിടെ ചെക്കെന്താ കിടക്കുന്ന കണ്ടോ ഏട്ടാ. ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് പണി വാളി. ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര റേറ്റ്, നമുക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഫുഡാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഓർത്ത് ഓർഡേഴ്സ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒന്നും ഓർഡർ ചെയ്യാനൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അബിയാണെങ്കിൽ പുറത്ത് പോയിട്ടുണ്ട് ജസ്റ്റ് ഫുഡ് വാങ്ങാൻ. പിന്നെ അതിന് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല വിശന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ടിരിക്കുക. രാവിലെ പാലും കുടിച്ചിറങ്ങിയതാണ്. അപ്പോൾ അവന് ഫ്രൂട്ട്സ് വാങ്ങി കൊടുക്കാമെന്നായിരുന്നു.
അവൻ്റെ അടുത്ത് നമ്മൾ റേറ്റ് ഒക്കെ ഇട്ട് കാര്യമില്ല, കൊച്ചിന് കൊടുക്കണ്ടേ. കാരണം നമ്മളൊരു ഫുഡും ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് പാലിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവന് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താണോ വാങ്ങിക്കുന്നതെന്ന് അറിയത്തില്ല, നോക്കാം. കൊച്ചിന് കൊടുത്തിട്ട് കാണാം. ആകെ ഓർഡർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ KFC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് നമ്മൾ KFC തന്നെ വാങ്ങി. അബി മനസ്സിൽ എന്നെ ചീത്ത വിളിക്കുകയാണ്, അവൾ ആഗ്രഹിച്ച ഫുഡ് തന്നെ കിട്ടിയില്ലെന്നു. ശരിക്കും എൻ്റെ ഫേവറേറ്റ് ആണ് KFC. അബിക്കാണെങ്കിൽ ഇത് ഇഷ്ടമേ അല്ല. വേറെ ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ KFC തന്നെ വാങ്ങി കഴിക്കാനായിട്ട് പോവുകയാണ്. കാരണം എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് KFC. സോ എനിക്കിതിൽ സങ്കടമൊന്നുമില്ല. അബിക്കാണെങ്കിൽ ഇഷ്ടമല്ല. അതാണ്ട് അബി ഒരു പെഗ്ഗൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഗായ്സ് ഞങ്ങൾ ഇതാണ്ട് ഉറക്കമൊക്കെ എഴുന്നേറ്റു. ഒരു KFC ഒക്കെ കഴിച്ചതിന് ശേഷം നല്ല ക്ഷീണം പിടിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റു. ഞാൻ ഉറങ്ങിയില്ല, അച്ഛനും മോനും നന്നായിട്ട് ഉറങ്ങി. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട്. അപ്പോൾ അത് നല്ല ഉറക്കമാണ്. അപ്പോൾ അവനെ പോകാനുള്ള ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചിട്ട് ഞാൻ കടത്തി ഉറക്കിയത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോവാം. സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കുറച്ച് എൻജോയ് ചെയ്യണം. ഇപ്പോൾ നല്ല വെയിലൊക്കെ മാറി, നല്ലൊരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, തണുത്ത കാറ്റ്. സോ നമുക്കിനി സ്വിമ്മിംഗ് പൂളിൽ പോയി എൻജോയ് ചെയ്യാം. ഉച്ചയ്ക്ക് വെയിലായിരുന്നു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ കുറേ നേരം അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ഇതിടാം, എനിക്കിത് തന്നെ മതി. അതെന്താ ഇറക്കാത്ത? അതെന്താ ഈ ഉൾപ്പെട്ട് ഇറക്കത്തില്ല? വേറെ ഇടണം, വേറെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഞാൻ പിന്നെ വേറെ ഇട്ടിനി ഇപ്പം ഇതാക്കണ്ടെന്നായിരിക്കും. അബി ഇവിടെ ഇപ്പോൾ റെഡിയായി സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഞാൻ എൻ്റെ ഇട്ടില്ല, കാരണം ഞാൻ കരുതിന്ന് നാളെ ഇടാം. നാളെ പാർക്കിലൊക്കെ പോകുമ്പോൾ ഇതിനിപ്പോൾ കഴിവിട്ട് ഉണങ്ങുമോ എന്തോ. അതിന് പണത്തിന് കാണിച്ചു തരാം ഗൈസ്. നല്ല ഉറക്കം പിടിച്ച് കടക്ക സുഖത്തില്. അയ്യോ പതുക്കെ എടുക്കട്ടോ അവനെ. അത് വേണേറ്റു ഗൈസ്. ഗുഡ് മോർണിംഗ്. അവൻ ഉറങ്ങട്ടോ, അവന്റെ ഉറക്കം കളയല്ലേ. അവനെ സ്വിമ്മിംഗ് പൂളിൽ ചെല്ലുമ്പോ പോയി കിടന്നു. ഉറങ്ങട്ടെ. അവ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കൊച്ചേട്ടാ ഈ ഒരു അവി കുഞ്ഞു കളിക്കല്ലേ. ഇറങ്ങും. ഡ്രസ്സ് മാറി, ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടു. അതിപ്പോ ഉറക്കണീറ്റു, ഞാൻ ഡ്രസ്സ് മാറി. ഇപ്പൊ നമ്മള് നേരെ സ്വിമ്മിംഗ് പൂളിൽ പോവാണ്. അത് നോക്ക്, ഹായ് പറഞ്ഞേ. ഹലോ ഗായ്സ്. ഉറക്കപ്പിച്ച ഹലോ ഗായ്സ്. കുട്ടി ഇഷ്ടം ദേഷ്യം തോന്നുന്നു. ഈ അപ്പൊ കിടന്ന് ബഹളം വെക്കുന്നത് കഴിച്ചാൻ പോന്നു. വിധി ഇത് വല്ലാത്ത ചതി ഇത്. ഈവനിങ് വന്നൊരു കോസ്റ്റാ കോഫി കാണിച്ചു. കോസ്റ്റാ കോഫി വാങ്ങിച്ചു. പിന്നെ ആദ്യപ്പനെ നൂഡിൽസ് വാങ്ങിച്ചു. അവന് നമ്മള് ഫുഡൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ലൈഫിൽ എങ്ങനത്തെ ഒരു സ്റ്റേക്കേഷൻ ശരിക്കും മാൻഡേറ്ററി ആണ്. ശരിക്കും സൂപ്പർ. നമുക്ക് അവിടെ ഫ്രണ്ട്സോ അങ്ങനൊന്നും വേണമെന്നില്ല. നമ്മൾ ഫാമിലി ആയിട്ട് ഉള്ളൊരു വൈബ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് അൺബ്രേക്കബിൾ. ഇതെപ്പോഴാണ് പൊട്ടി വീഴുന്നത്. നല്ലൊരു കോംബോ ആണ്. അച്ഛനും മോനും അവൻ്റെ കാര്യങ്ങളെല്ലാം അതി തന്നെ നോക്കിക്കോളും. എന്നെ കൂടുതൽ അതിനെ ഇൻവോൾവ് ആക്കാറില്ല. അവി ഫുള്ള് പോകേണ്ട സെറ്റ്, സ്വിമ്മിംഗ് പൂളിൽ ചാണ്ട സെറ്റപ്പിലേക്ക്. ഫോട്ടോ എടുത്തരാം, വെയിറ്റ് ആക്ക്. അതെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേ, അവൻ്റെ അഭി തന്നെ നോക്കിക്കോളും. ചെക്കന് നല്ല ശരിക്കും നമ്മൾ ഈ മാഗി കൊടുക്കുന്നത് ഒട്ടും പ്രൊമോട്ട് ചെയ്തില്ല. കാരണം ഞാൻ മാഗി ഒന്നും സാധനം കൊടുക്കുക പോലും ഇല്ല. ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ആപ്പിൾ പ്യൂർ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. പിന്നെ ഇന്ന് നമ്മളൊരു സ്റ്റേക്കേഷൻ വന്നതുകൊണ്ട് നമുക്കൊരു രീതിയിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കിത് കൊടുത്തേ പറ്റൂ. നമുക്ക് ഫുഡൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് മാഗി കൊടുക്കുന്നത്. കണ്ടിട്ട് ആരും തെറി പറയില്ല കേട്ടോ. നമുക്കൊന്ന് മാഗി കൊടുത്തുകൂടാ. ജസ്റ്റ് 1.5 വയസ്സായിട്ടുള്ളൂ. പിന്നെ അവന് ഇഷ്ടമാണ് മാഗി. ഞാൻ വല്ലപ്പോഴും കഴിക്കുമ്പോൾ ഞാൻ ഒരു വായ്ക്കൊക്കെ കൊടുക്കും എന്തെങ്കിലും. ഇപ്പൊ കുറച്ച് കൊടുക്കത്തേ ഉള്ളു, എന്നിട്ട് ഇന്നൊന്നും കൊടുക്കാം. നമ്മളിവിടെ ഫുഡൊക്കെ വേറെ പല ഫുഡ് പിന്നീട് ഞാൻ കണ്ടോളൂ. അവൻ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ തന്നെ കഴിക്കും. ഫുള്ളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു തൽക്കാലത്തെ വിശപ്പിന് കൊടുക്കാം. ഇറങ്ങാൻ പോകുന്നത് പേടിയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ. ഞാൻ ഇറങ്ങിയിരട്ടെ.
ശരിക്കും ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്വിമ്മിംഗ് പൂളിൽ ആണ് ഞാനിപ്പോൾ കിടക്കുന്നത്. ഞാൻ എവിടെ പോയാലും പറയും ഏട്ടാ സ്വിമ്മിംഗ് പൂളുള്ള ഹോട്ടൽ എടുക്കണേ, സ്വിമ്മിംഗ് പൂളുള്ള ഹോട്ടൽ എടുക്കണേ. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പം നമ്മൾ റൂം രണ്ടിടത്തെടുത്തു. മറ്റേ വാൽപ്പാറയിലും അവിടെ എടുത്തു, പിന്നെ വേറൊരിടത്തും റൂം എടുത്തു. 2 റൂം എടുത്തപ്പോഴും സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ നല്ല പോലെ മോന്ത കാണിച്ചു. പക്ഷേ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ തവണ നമ്മൾ ഇവിടെ സ്വിമ്മിംഗ് പൂളുള്ള റൂമൊക്കെ തന്നെയാണ് അവൈലബിൾ. അപ്പോൾ അത് കണക്ക് തന്നെ നോക്കിയെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിംഗ് പൂളിൽ കടന്ന് ഇങ്ങനെ കുറേ നേരം കളിക്കാനായിട്ട്. ശരിക്കും ആദൂന് 1.5 വയസ്സേ ഉള്ളൂ. അപ്പം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അവന് വെള്ളത്തിലിറക്കാൻ പറ്റുമോ, കുഴപ്പമുണ്ടോ. ഇവിടെ വന്നപ്പോൾ നോക്കിക്കേ കുഞ്ഞി പിള്ളേർ 6-ാം മാസത്തിലുള്ള പിള്ളേരെ വെള്ളത്തിൽ കിടക്കുക. അപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് ഞാൻ അവനെ വെള്ളത്തിലിട്ടു. പക്ഷെ അവനധികം അവന് ചെറിയ പേടിയുണ്ട്. അവൻ്റെ മുഖത്തത് കാണാം, നല്ല ചെറിയ പേടിയോടാണ് അവൻ കിടക്കുന്നത്. കുറച്ചൊക്കെ അവൻ എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവനും പേടി പോലെ ആയി. അവന് നല്ല പേടിയുണ്ട്. അങ്ങനെ അവനും കുറച്ച് കഴിയുമ്പോൾ അവൻ ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്തു. അതും എന്നെ മുങ്ങിക്കളിക്കാൻ ഇഷ്ടമാണ്. അവൻ തന്നെ ഇങ്ങനെ മുങ്ങുന്നുണ്ടായിരുന്നു, മുങ്ങിയിട്ട് വെള്ളം കുടിച്ച് ചുമയ്ക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വറക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ശരി കരയിൽ കയറാം, എനിക്കും ചെറിയ ടെൻഷൻ, ഇനി കുഞ്ഞിന് പനി എങ്ങാനും പിടിക്കുമോയെന്ന്. പിന്നെ നോക്കിയപ്പോൾ എല്ലാ പിള്ളേരും വെള്ളത്തിൽ കിടന്ന് കളിയോട് കളി. അങ്ങനെ കുറച്ചധികം നേരം ഞാൻ അവിടെ കടന്നു അടിച്ച് പൊളിച്ച് അവനെ ഒന്ന് എൻജോയ് ഒക്കെ ചെയ്യിപ്പിച്ച്. ശരിക്കും ശരിക്കും ഞാൻ ഈ വട്ടത്തെ എൻ്റെ വെക്കേഷൻ അടിച്ച് പൊളിച്ച് മരിച്ചു മക്കളെ. ശരിക്കും എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ ചെയ്യണം, അടിച്ച് പൊളിക്കണം എന്നൊക്കെ ഉള്ളത്. അതെന്തായാലും സാധിച്ചു. അബിയും കുട്ടിയും അങ്ങ് തിരിച്ച് കരയിൽ കയറി. കാരണം അത് ഒരു അരമണിക്കൂറിന് മുകളിൽ വെള്ളത്തിൽ കടന്നിട്ട് അവൻ വിറച്ച് ഭയങ്കരമായിട്ട് ഷിവർ ചെയ്തു. അപ്പം എനിക്ക് പേടിയായി, കുഞ്ഞല്ലേ. പെട്ടെന്ന് നമ്മൾ അവനെ എടുത്ത് കരയിൽ കയറ്റി അവനെ പുതച്ച് തുടച്ച് കൊണ്ട് കടത്തി. ഇപ്പം ഞാനും കയറട്ടെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇറങ്ങാം. ഇപ്പം തന്നെ ഒരുപാട് നേരം ഇങ്ങനെ കടന്നിട്ട് കാലിൽ ഒരു എന്താ പറയുക ഒരവസ്ഥ. ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഇതിൽ വന്നതിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഒരുപാട് തണുത്ത് വിറച്ച് കേസ് അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് നേരം ഇവനൊപ്പം കളിച്ച് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ശരിക്കും ഒത്തിരി സന്തോഷമായി കേട്ടോ. ശരിക്കും ഒരുപാട് സന്തോഷമായി. അവൻ്റെ ആ ചിരിയും കളിയും അവൻ്റെ സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അധികം നേരം ഇവനായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടലില്ല, കുറവാണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇതാണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ദുബായ് പാർക്ക് ആൻഡ് റിസോർട്ട്സിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്പോട്ട് വലിയ കള്ളമത്തിന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്. നല്ല രസമുണ്ട്. സ്വിമ്മിംഗ് പൂളും കൊച്ചുമക്കളുടെ പ്ലേ ഏരിയയും ഫുഡും എല്ലാം അടിപൊളി. അപ്പം മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസ് ആണ് ദ റോ വാട്ടർ പാർക്ക് ദുബായ്. അപ്പോൾ ബാക്കി നമുക്ക് ഫോട്ടോ എടുക്കാം. എൻ്റെ ആദ്യപ്പോനെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവനെ സ്വിമ്മിംഗ് പൂളിൽ ഒക്കെ കളിച്ചപ്പോൾ അവന് വെള്ളത്തിനോടുള്ള പേടിയൊക്കെ നന്നായിട്ട് മാറി. ശരിക്കും കുളിപ്പിക്കാൻ നേരത്തൊക്കെ അവന് ഭയങ്കര പേടിയാണ് വെള്ളത്തിനോടൊക്കെ. ഇതൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും. അത് കഴിഞ്ഞിട്ട് അവനെ നല്ലപോലെ ടാറ്റി അവന് ഉറക്കാൻ നോക്കണം. പക്ഷെ ഉറങ്ങത്തൊന്നുമില്ല, അവനിങ്ങനെ അന്തം വിട്ട് കിടക്കുകയാണെങ്കിൽ എന്താണാവും എന്നാലോചിച്ച്. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ കളിച്ചപ്പോൾ നല്ല വിശപ്പായി. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. റേറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിക്കൊക്കെ 67 ദിറംസാണ്. നമ്മൾ നോർമലി കഴിക്കുന്ന ബിരിയാണിക്കൊക്കെ ഇത്ര പൈസ ഉണ്ടാകത്തില്ല. നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, വാങ്ങണോ വേണ്ടയോ വർത്താവോ. നമ്മൾ കുറച്ചൊക്കെ പൈസ നോക്കണമല്ലോ ഫുഡിൻ്റെ കാര്യത്തിലാണെപ്പോലും. അങ്ങനെ നോക്കി ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. വീണ്ടും ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്താലും KFC പിസ്സ ബർഗർ അങ്ങനെയൊക്കെ ഉള്ളു. നമുക്ക് ശരിക്കും റൈസ് കഴിക്കാനാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് നേരെ റൂമിലോട്ട് തന്നെ പോയി. കുഞ്ഞിന് നമ്മൾ വിചാരിച്ച് വല്ലതും കൊടുക്കണേ. അവന് പാലൊക്കെ കലക്കി കൊടുത്തു. അവനെ പാലൊക്കെ കുടിപ്പിച്ച് ഉറക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അബി ഇങ്ങനെ ഫുഡൊക്കെ നോക്കുക അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ. അതുകൊണ്ട് ഒന്നും റെഡി ആയില്ല. ഞാൻ അപ്പോഴത്തേക്ക് പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. ഞാൻ കരുതി എന്നിട്ട് അപ്പോഴത്തേക്ക് ഫുഡൊക്കെ റെഡി ആകുമെന്നാണ് കരുതിയത്, എന്തെങ്കിലും ഓർഡർ ചെയ്ത് കിട്ടുന്നു. പക്ഷെ എന്നിട്ടും ഒന്നും കിട്ടില്ല. റെസ്റ്റോറൻറ്റിലൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഇത്ര ദൂരമാണ്, വരാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ്. കാരണം ഇതിൻ്റെ അടുത്ത് അങ്ങനെ ഹോട്ടൽസും കാര്യങ്ങളൊന്നും ഇല്ല.
അങ്ങനെ ലാസ്റ്റ് നമ്മൾ തീരുമാനിച്ചുവെങ്കിൽ പോയി അവിടെ നിന്ന് തന്നെ കഴിക്കാം. ഇനിയിപ്പോൾ നമ്മൾ വേറെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് താഴെ നിന്ന് തന്നെ കഴിക്കാമെന്നുള്ള പ്ലാനിലെത്തി. അങ്ങനെ അവിടെ ഫുഡ് വിളിച്ച് ഓർഡർ ചെയ്ത് റൂമിൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നല്ല ലേറ്റ് ആവും, 2 hours എടുക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ താഴെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ താണ്ടേ ഞാനും അബിയും ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അബിയും റെഡിയായി ഇറങ്ങി. അങ്ങനെ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. ബിരിയാണി തന്നെ ഓർഡർ ചെയ്യാമെന്നുള്ള പ്ലാനിൽ തന്നെയാണ് പോകുന്നത്. അത് ഫ്രണ്ടിൽ നടന്ന് പോകട്ടോ, നടന്നു തുടങ്ങിയോണ്ട് എളുപ്പമാണ്, എടുത്തുകൊണ്ട് നടക്കണ്ട, അവൻ തന്നെ നടന്ന് വന്നോളൂ. അങ്ങനെ നമ്മൾ അവിടെ എത്തി ജസ്റ്റ് ഒന്നും കൂടെ മെനു ഒക്കെ ഒന്ന് നോക്കി. ലാസ്റ്റ് നമ്മൾ എന്ത് പറയാനാ, ബിരിയാണി തന്നെ ഓർഡർ ആക്കാമെന്ന് കരുതി. അങ്ങനെ ബിരിയാണിക്കൊക്കെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് താഴെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കാമെന്നാണ് വിചാരിച്ചു, പക്ഷേ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. അവിടുത്തെ ഫുഡ് എങ്ങനത്തെയാണെന്ന് അറിയില്ല, ടേസ്റ്റ് ഉണ്ടാവുമോ, നമ്മുടെ ഒരു ഇന്ത്യൻ ടേസ്റ്റ് കിട്ടുമോ എന്ന് അറിയത്തില്ല, നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഓർഡറൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ചിക്കൻ ബിരിയാണിയുടെ പ്രൈസ് 67 dirhams, വിച്ച് മീൻസ് 67 into 23.60 INR നോക്കിയാൽ മതി. നല്ല പൈസ ഉണ്ട് ആക്ച്വലി. ഒരു ബിരിയാണിക്ക് ഇത് പല പ്രൈസ്, നമ്മൾ നോർമലി കഴിയുന്ന ബിരിയാണിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 12 to 20 dirhams, അതിനുള്ളിലേ ഒരു ബിരിയാണിക്ക് ആകത്തുള്ളൂ. പക്ഷേ ഈ ഹോട്ടലിൽ ഇപ്പം 67 dirhamsമാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളത് കഴിക്കുകയാണ്. ഓക്കെ, ഗൈസ് മോർ ദാൻ ഒരു 1 hour ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് കയറി. ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം നമ്മൾ കഴിച്ചിട്ടില്ല. വേറെ മൂഡ് പോകുന്നു, മൂഡ് സ്വിങ്സ് വരും നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ. ഇതുവരെ ഫുഡ് വന്നിട്ടില്ല, എന്ത് ചെയ്യുന്ന അറിയത്തില്ല, വിശക്കുകയും ചെയ്യുന്നു. അബിക്കൊരു ക്യാരക്ടറുണ്ട്, വിഷമന പിന്നെ ആരോടും വേണ്ടൂല. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, വേറെ തന്നെ എടുക്കുന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വേറെ ഇത്ര ഡിലേ, ഭയങ്കര ഡിലേ എന്ന് വെച്ചാൽ ഭയങ്കര ഡിലേ. ചെയ്തിരുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഫുഡ്. ശരിക്കും അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡെസേർട്ട് കഴിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ അബിനോട് പറഞ്ഞു, അബി എനിക്ക് എന്തെങ്കിലും കേക്കോ ഐസ്ക്രീംസോ എന്തെങ്കിലും വാങ്ങി തരാമോ എന്ന്. അപ്പോൾ അബി പറഞ്ഞു ശരി ഓക്കെ, നീ കേക്ക് വാങ്ങിക്കോ, ഞാൻ ബീർ വാങ്ങിക്കോളാം. അഗ്രിമെൻറ്റ് ഞാൻ പേസ്ട്രിയും വാങ്ങി, അബി ബീറും വാങ്ങി. അങ്ങനെ അത് കഴിച്ചു. ശരിക്കും അടിപൊളിയായിട്ടോ. ഞാൻ ചൂസ് ചെയ്തത് ക്യാരറ്റ് കേക്കാണ്. അതിനകത്ത് നല്ല ടോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെ ആയിരുന്നു. പക്ഷെ ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് മധുരത്തിനോടൊരു തോന്നുമല്ലോ. ഞാൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി അബിക്ക് കൊടുത്തു. അബി ബീറൊക്കെ പിടിച്ച് സെറ്റായി. അങ്ങനെ ഇതാണ് പകുതി ഞാൻ കഴിച്ചോളൂ, ബാക്കി ഞാൻ അബിക്ക് തന്നെ കൊടുത്തു. അങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട്, അപ്പോൾ ഈ ചെക്കനാണെങ്കിൽ ഇതുകൊണ്ട് അവിടുത്തെ ഒരു ചെയറും വലിച്ച് നീട്ടിക്കൊണ്ട് വരികയാണ്. പിന്നെ ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് എഴുതുന്നത്. പതുക്കെ റൂമിൽ പോവാം എന്ന് ഓർത്തു. റൂമിൽ പോയിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ആണ് ട്വിസ്റ്റ്. ഈ ചെറുക്കൻ വയ്യാണ്ട് ഇപ്പോൾ നട്ടപ്പാതിരാത്രി 1 മണിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുക. ഇവിടുത്തെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ, ആ ഹോട്ടലിൻ്റെ അടുത്തൊന്നും ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ലായിരുന്നു. ടാക്സിയും വിളിച്ച് നേരെ ഹോസ്പിറ്റലിൽ വന്നു. സ്റ്റേക്കേഷൻ വെൻഡറോ എനിക്ക് കൈക്ക് ഭയങ്കര കഴപ്പം വേദന, കടന്നിട്ട് ഉറക്കം വരുന്നില്ല അത്ര. നേരെ ഇങ്ങനെ കൊണ്ടുവന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് രാത്രി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു വിഷമമായിരുന്നു. കുഴപ്പമില്ല, നമ്മളതൊരു 3 മണിയായപ്പോൾ തിരിച്ച് ഹോട്ടലിലെത്തി. കുറച്ച് നേരം ഉറങ്ങിപ്പണി 8:30 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് മിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലെഗോലാൻഡിലോട്ട്. അപ്പോൾ ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു സണ്ണിൻ്റെ ബ്ലിസ്സൊക്കെ കിട്ടുന്നുണ്ട് ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ വ്യൂ അത്ര കൊള്ളത്തില്ല, അവിടെ വ്യൂ കാണിക്കാത്ത. വ്യൂ കാണിച്ച് തരാം. ജബലലി സൈഡ് ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ സൈഡും വേറെ ഇതായിപ്പോയി. വ്യൂ നമ്മൾ എല്ലാം റെഡി
അതും അതിപ്പോ അമ്പ പോയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മിസ്സാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ല. ആക്ച്വലി ഇത് 6:30 to 10 o'clock ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. നമ്മളവിടെ നിന്ന് ഉറങ്ങിപ്പോയാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിലെത്തി. ഒരുപാട് ടൈപ്പ് ഫുഡുണ്ട്. പക്ഷെ എന്തെടുക്കണം എന്നുള്ള ഡൗട്ടാണ്. നമ്മളെപ്പോഴും എടുക്കുന്ന കണക്ക് തന്നെ നല്ല ചോറും അങ്ങനെയൊക്കെ തന്നെ. ഫ്രൈഡ് റൈസ് എടുത്തു, പിന്നെ കുറേയധികം ചോക്ലേറ്റ്സ് എടുത്തു, പിന്നെ കേക്ക്, പാസ്ട്രി, പിന്നെ ഇത് അതിന് വേണ്ടി എടുത്തതാണ് ചോക്കോസിന്. പക്ഷെ അത് കുടിക്കുന്നൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് ഫ്രൂട്ട്സ് എടുക്കാം. ഇത് കഴിച്ചു പറ്റുന്നുണ്ട്. ഞാൻ പോയി ഇതെടുത്തു ഗൈസ്, ഫ്രൂട്ട്സിൻ്റെ ഒരു സെറ്റ്. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ടും സ്റ്റൊമക്ക് പെയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേറൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോയി ഫ്രൂട്ട്സ്, സലാഡും പിന്നെ പീസും ഗ്രീൻ പീസും ഒരു ബോയിൽഡ് എഗ്ഗും എടുത്തു. എനിക്കിത് മതി. ബാക്കി വാങ്ങിച്ചല്ല അതേപോലെ ഇരിക്കും. ഇതൊക്കെ അതിനെടുത്ത് അതൊന്നും കഴിക്കുന്നില്ല. ഇതൊക്കെ അതിന് കഴിച്ചതൊന്നും അവൻ കഴിക്കുന്നേ ഇല്ല. അതെല്ലാം കിട്ടിക്കളയുക. ഫസ്റ്റ് പകുതി കഴിച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജീസും ഉണ്ട് നമുക്ക്. പിന്നെ കേക്കും കാര്യങ്ങളും. ഞാനപ്പോൾ ന്യൂട്രല ഇട്ട് കുറേ വാരി കിട്ടും. പുലാവ് അതുവാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല. കഴിച്ചു അതിന് ഭയങ്കര കൊത്തക്കേട്. അത് നമ്മൾ കുറച്ച് പ്ലേയിലോട്ട് വന്നോടെ കുറച്ചധികം ഗെയിംസൊക്കെ കളിക്കാൻ. ഞാനും അബിയും കുറച്ച് ഗെയിംസ് കളിച്ചു. അത് കുറച്ച് ഞാൻ തോറ്റു. പിന്നെ ഞാൻ പോയി അവിടെ ഇവിടെയൊക്കെ ഫുള്ളൊന്ന് ചുറ്റി കറങ്ങി നോക്കി. കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യും. കാരണം നമുക്ക് ലെഗോലാൻഡിൽ പോകണം. 2 o'clock ടൈം ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു 10-10:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് ഓർത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ലോണ്ട്രി ഒക്കെ ഉണ്ട്. നമുക്ക് തുണിയൊക്കെ കഴുകാം, ഇവിടെ അയൺ ചെയ്യാം, അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് അത്ര ഇഷ്ടമായി. ആക്ച്വലി അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ 3-4 ഡ്രസ്സ് ഇന്നലെ ഇട്ട വെള്ളത്തിൽ അത് ഞാൻ അതിനൊക്കെ എടുത്ത് വെച്ചേക്കാം. അതൊന്നും കഴുകി തേച്ച് വെക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ടൈമും പോയി. അങ്ങനെ നമ്മൾ നേരെ ലെഗോലാൻഡിലോട്ട് പോകാൻ ക്യാബ് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ തന്നെ എൻ്റെ ഫോണ് ഓഫ് ആവാറായി. ഞാനാണെങ്കിൽ ചാർജ് കുത്തിയിടാനും മറന്നുപോയി. ഇത് അതും അവിടെ നിന്ന് കിട്ടിയ ബോളാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കളിച്ചപ്പം അത് അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. പിന്നെ അവർ പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു, അതിന് കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വീഡിയോസൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഫോൺ മിക്കവാറും ഓഫ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. നോക്കാം. ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സിലോട്ട് എൻ്റർ ആവുകയാണ് ഗൈസ്. അടുത്താണ് 3 സ്പോട്ട്. റിവർലാൻഡ്, പിന്നെ ലെഗോലാൻഡ്, പിന്നെ വേറെ എന്തൊരു സംഭവം. ഭയങ്കര വെയിലാട്ടോ. ഇവിടെ എത്തിയപ്പം അവിടെ മൂഞ്ചി ഗൈസ്. അവർ കുപ്പി പിടിച്ചു. അവർ പറഞ്ഞു ഇതൊന്നും ഇൻസൈഡിൽ അലൗഡല്ല, ഒന്നെങ്കിൽ നിങ്ങളത് ഒഴിച്ച് കളയുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അബിക്ക് കുറച്ച് വിഷമമായി. നല്ല സാരമില്ല, കൊടുക്കേണ്ട വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ അവർ വാങ്ങി അവിടെ വെച്ചു. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ ലെഗോലാൻഡിലോട്ട് കയറി ഗൈസ്. Enjoying his holidays. Adu? Okay? Papa? Mana? Adu pa? Are you happy? Happy? Kanut. വാ വാ. സത്യം പറഞ്ഞാൽ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഫോൺ നമ്മൾ ലോക്കർ വെച്ചിട്ടാണ്. പിന്നെ സ്വിമ്മിംഗ് പൂളിലും മൊത്തം ഇത് വാട്ടർ തീം പാർക്കാണ്. ഫുള്ള് വെള്ളത്തിന്റെ കളികളാണ്. അപ്പം ഒരുപാട് അടുത്തൊന്നും ഇങ്ങനെ അലോഡല്ല. സോ നമ്മളെല്ലാം ഒന്നും കയറുന്നില്ല. പറ്റുന്ന റൈഡ്സിലൊക്കെ കയറുന്നുണ്ട്. സോ അടിപൊളിയാണ് കേട്ടോ. ദുബായിലുള്ള ഒരു മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണ് ലെഗോലാൻഡ്. ഒരു ദിവസം വെർത്താണ് മക്കളെ, വെർത്ത്. അപ്പോൾ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പം നല്ല ടയേർഡായി. ഇവിടുത്തെ വെയിൽ കാരണം നല്ല ടാൻ അടിച്ചിട്ടുണ്ട്. It was very beautiful guys, very beautiful. അതിന് ആരെങ്കിലും കൊടുക്കുമിച്ചാ
ആദ്യം ഉള്ളതുകൊണ്ട് നമുക്ക് പല റൈഡ്സും കണ്ടോ കയറാനൊന്നും പറ്റത്തില്ല. ബട്ട് നമ്മൾ കയറും. എന്തെങ്കിലും ചെയ്യാൻ അടുത്ത് ചോദിക്കാം. ആരെ പിടിക്കുന്നു? ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ എൻ്റെ പൊന്നായിട്ട് ഞാൻ അടിച്ച് പൊളിച്ചു. അങ്ങനെ എൻ്റെ ഫോണും ഓഫറായിട്ടുണ്ട്. ബാക്കി വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാറായിട്ട് പോവാണ്. ഓൾമോസ്റ്റ് എല്ലാ റൈഡ്സും കവർ ചെയ്തു, അടിച്ച് പൊളിച്ചു. വേപ്പൂളിലൊക്കെ പോയി സെറ്റായി നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. ഇത് അടിപൊളിയാട്ടോ. ഇതിൽ തലയിൽ വെള്ളം വന്ന് വീഴും. ആ ബക്കറ്റ് നിറഞ്ഞിട്ട് ശരിക്കും സൂപ്പറാട്ടോ. ഇത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചിട്ട് പോവാണ്. ഗായ്സ് എൻ്റെ പൊന്നോ ചത്ത് 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 വീട്ടിൽ വന്ന് കണ്ടൊന്ന് കുളിച്ച് കയറിയിട്ടേ ഉള്ളൂ. ശരിക്കും ചത്ത്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ദാണ്ട് വീട്ടിലെത്തി. ഫസ്റ്റ് തന്നെ കുളിച്ച് നമ്മൾ ഫ്രഷായി. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരുടെ കൂടെ നമ്മൾ വെള്ളത്തിൽ കളിച്ചതാണ്. അപ്പോൾ എന്തൊക്കെ അസുഖങ്ങൾ അവരെന്ന് പറയാൻ പറ്റത്തില്ല. സോ വന്ന പാടെ നമ്മളെ 3 ആളും കുളിച്ച് വൃത്തിയായി. അതിനെയും കുളിപ്പിച്ചു. അവൻ നല്ല ടയേർഡാണ്. മാത്രമല്ല ഞാനും അവിയൊക്കെ ടയേർഡാണ്. ശരിക്കും പറഞ്ഞാൽ 2 കാലം അനക്കാൻ വയ്യ. ഭയങ്കര വേദന. എന്താണെന്ന് അറിയത്തില്ല. പിന്നെ വെയിലത്ത് നടന്നതിൻ്റെയൊക്കെ ഒരു ക്ഷീണം, തളർച്ച. പിന്നെ ഫുഡ് അങ്ങോട്ട് 2 ദിവസത്തെ അങ്ങോട്ട് അധികം ശരിയായിട്ടില്ല. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. റിസോർട്ടാണെങ്കിലും ലെഗോലാൻഡ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ 100% ഹാപ്പിയാണ്. ശരിക്കും നല്ലൊരു ഹോളിഡേ ആയിരുന്നു. അവൾ അടിച്ചു പൊളിച്ച്. അപ്പോൾ ഇനി ഇങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇങ്ങനെയൊക്കെ പോകാൻ പറ്റട്ടെ എന്ന്. സോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ ശരണ്യ. ബൈ ബൈ.